നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്നുള്ള എന്റെ ചോദ്യത്തിന് ഏറ്റവും അവസാനം ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒരേ ഒരു സ്ഥലത്തായിരിക്കും. പുഴ കാണാൻ പോവാ? ഇഷ്ടാണോ? വാ വാന്ന് പറ. സ്റ്റോപ്പ് പറ. കർമ്മ, ഭാരതപ്പുഴയെ സുന്ദരമാക്കുന്ന പൊന്നാനിക്കാരുടെ സ്വന്തം ഇടം. ഏത് ദിവസമായാലും കർമ്മയിൽ ഉണ്ടാകുന്ന തിരക്കും കച്ചവടവും പൊന്നാനിയിലെ വേറെ എവിടെ നോക്കിയാൽ കാണില്ല. കർമ്മയിലെ ഫുഡിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. എന്നാൽ കർമ്മയിലെ വേറൊരു വൈബാണ് ഈ കാണുന്നത്. ഒറ്റയ്ക്കും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ അയച്ച് ഈ ചൂണ്ടലിടുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. പണ്ടൊക്കെ ഞാൻ അജോട് ചോദിക്കാറുണ്ട്, കർമ്മയിൽ എന്താ പ്രത്യേകിച്ച് കാണാനെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി, മനസ്സിൽ ഒരുപാട് ടെൻഷനായിട്ടാണ് കർമ്മ കാണാൻ വന്നതെങ്കിൽ അത് വെറും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു പുഴ മാത്രമാണ്. എല്ലാം മാറ്റിവെച്ച് വന്നാൽ ഇവിടുത്തെ കാറ്റിന് പോലും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. റുക്കു പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും അവൾ കാണുന്ന കാഴ്ചകൾ, അവളിൽ ഉണ്ടാക്കുന്ന മാറ്റം ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കാറുണ്ട്. ഈ പ്രായത്തിലാണ് അവൾ ആദ്യമായിട്ട് കർമ്മ കണ്ടത്. ഇത് തന്നെ ആയിരുന്നു അവളുടെ ഫസ്റ്റ് ഔട്ടിങ്ങും. നോക്കട്ടെ നോക്കട്ടെ. ഇതൊക്കെ എന്താ? തോണി എവിടെ? തോണി എവിടെ? തോണി എവിടെ? തോണിയാണോ അത്? എത്ര തോണിയുണ്ട്? എണ്ണിക്ക ഒരേ. എത്ര വേണ്ടി? ഇഷ്ടാണോ തോണി? ഇതെന്താ പുഴ? എന്താണ്? അമ്മേനെ നോക്കി. അമ്മ എവിടെ? അതാ തോണി എവിടെ? എത്ര തോണിയുണ്ട്? എത്ര തോണിയുണ്ട്? ഇത് ബീച്ചിലോട്ടുള്ള വഴിയാണ്. അസ്തമയ സൂര്യനെ നോക്കി കഥ പറഞ്ഞിരിക്കുന്ന പല പ്രായക്കാരെയും നമുക്കിവിടെ കാണാം. കർമ്മയിലെ കാറ്റ് റുക്കുവിനെ തഴുകി ഉറക്കുന്നതിന് മുന്നേ ഞങ്ങൾ അതിന് സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ഒന്ന് ഉഷാറാവാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ കയറി. ചായ കുടിച്ച് അജ് ഒരുപാട് കാലം കഴിക്കാൻ ആഗ്രഹിച്ചടക്കുന്ന പാൽക്കപ്പയുടെ വിശദ വിവരങ്ങളും ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു.